4 തവണ പല്ലിന് ക്ലിപ്പിട്ടു, സ്മൈൽ ഡിസൈൻ ചെയ്തു, ഇപ്പം അലൈനേഴ്സും ഇട്ടു. സെലിബ്രിറ്റീസൊക്കെ അവരുടെ പല്ലിൻ്റെ ഭംഗി, അവരുടെ ചിരി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൈൽ ഡിസൈൻ ചെയ്യാറില്ലേ? ഞാനൊരു 6 വർഷം മുമ്പാണ് സ്മൈൽ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെയുള്ള എൻ്റെ ചിരി ഇങ്ങനെ ആക്കിയിട്ട് മാറ്റിയത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 1.5 വർഷമായിട്ട് പല്ലിൽ കുറച്ച് പൊങ്ങാൻ തുടങ്ങി, ഗ്യാപ്പൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കുറഞ്ഞതൊരു 6-7 ക്ലിനിക്കെങ്കിലും വിസിറ്റ് ചെയ്തു ഇതൊന്ന് ശരിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല്ല് ക്രൗൺ ചെയ്തിട്ടുണ്ട്, സ്മൈൽ ഡിസൈൻ ചെയ്തിട്ട് പല്ല് ക്രൗൺ ആയിട്ടത്. അപ്പോൾ അതിൽ ഇനി വേറെ ഇൻവിസിലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രൗൺ ഊരി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ നശിച്ച് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ എലൈറ്റ് ദന്തൽ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ എൻ്റെ കൺസേൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉറപ്പാണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ, ഞാൻ എന്തിനാ വെറുതെ എൻ്റെ സമയമൊക്കെ മെനക്കെടുത്ത്, ഞാൻ ഓൾറെഡി കുറേ ക്ലിനിക്ക് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല നിങ്ങൾ വാ. അങ്ങനെ ഞാൻ കണ്ണൂരുള്ള എലൈറ്റ് ദന്തൽ സ്റ്റുഡിയോയിൽ വന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഡോക്ടറോട് നോ പ്രോബ്ലം, നമ്മളിപ്പോൾ അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്തല്ലേ ജീവിക്കുന്നേ, അപ്പോൾ ഈ ക്രൗൺ അങ്ങ് ഇളകി പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഫിക്സ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ആ ഒരു ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് അഷ്വറൻസ് ഗേവ് മി എ ഹൈ. അപ്പോൾ തന്നെ സമ്മതിച്ചു, ഓക്കെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് വിസിറ്റിന് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് പറഞ്ഞു തന്നു. ദെൻ നെക്സ്റ്റ് ഡേ ഒരു 2 days കഴിഞ്ഞിട്ട് അലൈനേഴ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് അലൈനേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനിയൊരു 80 days പ്ലാനാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ സെറ്റാവും. പിന്നെ ഇതിൻ്റെ വേറൊരു വലിയൊരു കാര്യമായിട്ട് തോന്നിയത്, ഈ അലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മുന്നേ ഈ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഓരോ മാസവും ടൈറ്റ് ചെയ്യാനൊക്കെ പോകണ്ടേ. ഇത് ഈ ക്ലിയർ അലൈനേഴ്സ് ആകുമ്പോൾ, അതായത് ഇൻവിസിലൈൻ ആവുന്ന സമയത്ത് മുഴുവൻ ഓരോ പാക്കേജസ് ഉണ്ടാവും. ഈ 10 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എലൈറ്റ് ദന്തൽ സ്റ്റുഡിയോ ഒരു വലിയൊരു പ്രതീക്ഷയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ദന്തൽ എൻക്വയറീസിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എലൈറ്റ് ദന്തൽ സ്റ്റുഡിയോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടി. കാരണം കുഞ്ഞുങ്ങളുടെ പല്ലുകളിൽ കൂടുതൽ എപ്പോഴും കുറേ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഡോക്ടേഴ്സ്, കൃത്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ സർവീസസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത്രയും കാലം പല്ലിന് ക്ലിപ്പിട്ടും ഇത് ഡിസൈനിങ് ഒക്കെ ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഓണസ്റ്റ് റിവ്യൂ ആണ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ സർവീസസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.